പ്രത്യേകിച്ചും കുട്ടികളിലുണ്ടാകുന്ന ബ്രോങ്കിയൽ ആസ്മ എങ്ങനെയാണ്, അതായത് എക്സാസർബേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സിവിയർ സിംറ്റംസിലൊക്കെ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ മിക്കപ്പോഴും അതായത് സ്റ്റുഡൻസ് സ്കൂളിൽ പോകുമ്പോൾ, ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരെ എപ്പോഴും അതായത് സന്ധ്യ അല്ലെങ്കിൽ ഒരുപാട് രാവിലെയും അതായത് തണുപ്പുള്ള സമയത്ത് അവരെ കുളിപ്പിക്കാതിരിക്കുക. പ്രത്യേകിച്ചും അവരുടെ തല നനയ്ക്കാതിരിക്കുക. അഥവാ അവരെ കുളിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ വെയിലുള്ള സമയത്ത്, ചൂടുള്ള സമയത്ത് മാത്രം കുട്ടികളെ കുളിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ സ്കൂളിൽ കൊണ്ടുപോകുന്ന വെള്ളം ഫ്ലാസ്കിൽ ചൂടോടുകൂടി, അതായത് ചെറിയ ചൂടോടുകൂടി കുട്ടികൾക്ക് കൊടുത്തു വിടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം തണുത്ത വെള്ളം, അതായത് തണുപ്പ് അലർജി ആയിട്ടുള്ള കുട്ടികൾ, അലർജി അതായത് ആസ്മ എക്സാസർബേഷൻ, ആസ്മയുടെ ഒരു ട്രിഗറിങ് ഫാക്ടറാണ് തണുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വീസിങ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ചൂടുവെള്ളം കൊടുത്തു വിടുക. അതുപോലെ കുട്ടികൾ, അതായത് ഒരു സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ, അതായത് അധികം അവർ പൊടിയായിട്ട് എക്സ്പോഷർ വരാതിരിക്കാൻ, പൊടി കയറാതിരിക്കാനായിട്ട്